എൻ്റെ പേര് സുദീപ്. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്, കാനൺ എമിറേറ്റ്സിൽ. ഇത് എൻ്റെ മോള് ആര്യ. ഇത് ഞങ്ങളുടെ ഓറിയോ, ജർമ്മൻ ഷെപ്പേർഡാണ് ബ്രീഡ്. ഞങ്ങളിത് 2 വർഷം മുമ്പ്, ഇപ്പോൾ ഇതിന് 2 വയസ്സാകാൻ പോകുന്നു. 2 വർഷം മുമ്പ് ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടുണ്ട്, അഭിജിത്ത്. പുള്ളി ബ്രീഡറാണ്. പുള്ളിയുടെ കയ്യിൽ ഞങ്ങളുടെ ആവശ്യം അറിയിച്ചപ്പോൾ പുള്ളി ആക്ച്വലി ആ കോവിഡ് ടൈമിലാണ് ഇത് വാങ്ങിക്കുന്നത്. ഇത് ആക്ച്വലി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേറൊരു ബ്രീഡറിനെ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ ഡോഗ്സിനെ ഞാൻ വളർത്താറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഒരു നാടൻ പട്ടിയായിരുന്നു. അത് ഒരു എൻ്റെ ഒരു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അത് ഒരു 4-5 വർഷം വളർത്തിയതിന് ശേഷം ഏകദേശം ഒരു ഡോബർമാനെ വളർത്തി. അതിനുശേഷം ഒരു 2 ലാബിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എനിക്ക് അബുദാബിയിൽ ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ പോയി. അതിനുശേഷം പോയി തിരിച്ച് വന്ന് ഫാമിലി ഇവിടെ സെറ്റിലാകാൻ വേണ്ടി വന്നതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഡോഗിനെ വാങ്ങിക്കാൻ ആവശ്യമായിട്ട് വന്നത്. ആക്ച്വലി ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിക്കാൻ കാരണം അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഗാർഡിങ് ഡോഗാണ്. അത് കാരണമാണ് ജർമ്മൻ ഷെപ്പേർഡിനെ തന്നെ നോക്കിയത്. ഇപ്പം ലാബ്, ഡോബർമാനൊക്കെ ഓക്കെ, പക്ഷേ ജർമ്മൻ ഷെപ്പേർഡ് ഒരു ഫാമിലിയായിട്ട് ഇടപഴകാനും ഗുഡ് ഗാർഡിങ് ഡോഗ് ആയതിന് കൊണ്ട് മാത്രമാണ് ജർമ്മൻ ഷെപ്പേർഡിനെ നോക്കിയത്. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കാര്യം പറയുകയും കുറേ ആൾക്കാർ പല സ്ഥലത്തും അന്വേഷിച്ച്, ആ സമയത്ത് ഈ കോവിഡ് സിറ്റുവേഷനും എല്ലാം ലോക്ക്ഡൗൺസൊക്കെ ഉള്ള സമയത്താണ് ആക്ച്വലി ഇത് ഇന്ന സ്ഥലത്ത് ഒരു ഡോഗുണ്ട്, 30 ദിവസം പ്രായ ഒരു ഡോഗുണ്ടെന്ന് അറിയിച്ചതും ഞങ്ങൾ വീഡിയോയുടെ കണ്ടിട്ടാണ് കൊണ്ടുവന്നത്. നൈറ്റ് നമ്മൾ നോക്കുന്നത് ഒരു വീട്ടിൽ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു, അപ്പോൾ എൻ്റെ ഫാമിലി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ മെയിൻലി ഞങ്ങൾ നോക്കിയത് നല്ലൊരു ഗാർഡിങ് ഡോഗിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയത്. പെർഫെക്റ്റ്ലി ഫൈനാണ്. ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട എല്ലാം നമുക്കറിയാം, അത് പെർഫെക്റ്റ്ലി ഈസ് എ ഗാർഡിങ് ഡോഗ്. അപ്പോൾ പെർഫെക്റ്റ്ലി ഓറിയോ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈസ് ലൈക്ക് പെറ്റ് ഡോഗ്. നമ്മൾ വീട്ടുകാരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര കെയറിങ്, ലവിങ് ആയിട്ടാണ് ഇത് ബിഹേവ് ചെയ്യാറ്. അങ്ങനത്തെ ഒരു ബാഡ് എഫക്റ്റും ഇല്ല. പക്ഷേ ഈ കോമ്പൗണ്ടിൽ വേറെ ഈ വീട്ടിൽ അല്ലാത്ത ഒരാളെയും ഇത് മീൻസ് നമ്മുടെ കൂടെ അല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഷുവർലി അത് നമുക്ക് അറ്റൻഷൻ തരും. അത് ത്രൂ ഔട്ട് നൈറ്റ് ആയാലും ഡേ ആയാലും ത്രൂ ഔട്ട് നമുക്ക് അറ്റൻഷൻ തരും. പിന്നെ ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള എല്ലാ കുറുമ്പും ഇതിനുണ്ട്. നമ്മുടെ സാധനങ്ങളൊന്നും നശിപ്പിക്കത്തില്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മൾ കുട്ടികളെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ വളർത്തണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കുകയും നമ്മൾ എല്ലാവരെയും കയറി ആക്രമിക്കാനൊക്കെ വരെ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ വെക്കേഷൻ ടൈമിലാണ് ഞാൻ വരാറ്. അപ്പോൾ ചിലപ്പോൾ ഒരു 4 മാസം, ചിലപ്പോൾ ഒരു 5 മാസം, ചിലപ്പോൾ ഒരു 6 മാസം എന്നെ കണ്ടില്ലെങ്കിലും ഫസ്റ്റ് വന്ന് ജസ്റ്റ് ഒരു സ്മെല്ലിൽ തന്നെ എന്നെ മനസ്സിലാവും. പക്ഷേ ഇവരായിട്ട് നമ്മൾ അങ്ങനെ യാത്ര പോയിട്ടില്ല. അതിന് ശേഷം 2 വർഷമായിട്ട് ഞങ്ങൾ ഇവനെ വിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിട്ടിട്ട് നമ്മളൊരു യാത്ര പോയിട്ടില്ല. പക്ഷേ എന്നെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് തന്നെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ എൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടേ നിൽക്കാറുള്ളൂ. അപ്പോൾ അതിന് ഭയങ്കര ഇൻ്റലിജൻറ്റ് ഡോഗും കൂടിയാണ്. എല്ലാം കറക്റ്റ് ആരാണ് റോങ് പേഴ്സൺ, ആരാണ് റൈറ്റ് പേഴ്സൺ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയും. പക്ഷേ നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ചർ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്നാൽ തന്നെ അത് അപ്പം കുറയ്ക്കും. അത് ഇപ്പോൾ നമുക്ക് പരിചയമുള്ള, ഇപ്പോൾ വീട്ടിലല്ല അനീഷിനെ കണ്ടാൽ അങ്ങനെ കറക്റ്റായിട്ട് അറിയാം. അത് നമ്മുടെ കൂടെ പരിചയപ്പെടണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒരാൾ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറയ്ക്കത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും റോങ് ബിഹേവിയർ കണ്ടാൽ മാത്രമേ അത് നമ്മളെ നോട്ടിഫൈ തരത്തുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞ് ഇതെങ്ങനെയാണ് വളർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞായിരുന്നു. പക്ഷേ ആക്ച്വലി ഓറിയോയ്ക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ്സും ഇല്ല. നമ്മൾ എന്ത് കൊടുത്താലും അത് കഴിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി മുതൽ ഒരു 7-8-9 മാസം വരെ ഞങ്ങൾ നല്ല ഡോഗ് ഫുഡ് തന്നെയാണ് കൊടുത്തത്. കൂടെ നമ്മൾ മീറ്റ് കൊടുക്കാറുണ്ട്, ചിക്കൻ കൊടുക്കാറുണ്ട്, എഗ്ഗ് കൊടുക്കാറുണ്ട്. ബാക്കി എല്ലാം കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്നല്ല, എല്ലാം കഴിക്കും. പിന്നെ വളരെ ക്ലീനായിട്ട് നമ്മൾ ഉപയോഗിക്കണം.
അത് കുറച്ച് ഹെയറൊക്കെ കൂടുതലുള്ള മുടിയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മുടി പോവും. അതൊക്കെ നമ്മൾ കെയർ ചെയ്ത് പ്രോപ്പർ മഴയത്തൊക്കെ കിടന്ന് ഓടും. ഏറ്റവും കൂടുതൽ ഫ്രണ്ടായിട്ടിരിക്കുന്നത് മോൾ തന്നെയാണ്. പിന്നെ എൻ്റെ വൈഫും നല്ല രീതിയിൽ വൈഫാണ് കൂടുതൽ കെയർ ചെയ്യുന്നത്. മോളായിട്ടും ഇതിനൊരു മാസ്റ്റർ, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മാസ്റ്റർ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഇതിവിടെ എല്ലാവരും പറഞ്ഞ അതേപോലെ അനുസരിക്കാറുണ്ട്. എൻ്റെ ഫാദറും മദറൊക്കെ എൻ്റെ ജസ്റ്റ് നെയ്ബറായിട്ടാണ് താമസിക്കുന്നത്. അവിടെ വന്നാലും എൻ്റെ ബ്രദർ വന്നാലും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ന്യൂസൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക്. എൻ്റെ മോനെ പോലെയാണ്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു ചേട്ടനോ അനിയത്തി എന്താ കാണിക്കുക അതേപോലെ തന്നെ എൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഇങ്ങനെ ഞാൻ വഴക്കുറന്ന് ഒന്നും ചെയ്യും, തിരിച്ചിങ്ങനെ നമ്മളെന്തെങ്കിലും പറയണ പോലെ സംസാരിക്കും. പിന്നെ കളിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധാ പട്ടി കാണിക്കണമെങ്കിൽ അതിലും കൂടുതൽ കാണിക്കാനായിട്ട് ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കാൻ ഇഷ്ടമാണ്, ക്രിക്കറ്റ് ചൂലെടുത്ത് ഓടാറൊക്കെ ഉണ്ട്. സ്കൂളിൽ പോണതിന് മുന്നേ കണ്ടിട്ട് പോകുമ്പോൾ വാലൊക്കെ ആട്ടി ഷേക്കൻ്റൊക്കെ തന്നിട്ട് പോകും. തിരിച്ചു വരുമ്പോഴും വാലൊക്കെ ആട്ടി ഒന്ന് കളിക്കണത് അതൊക്കെ തന്നെ. വഴക്ക് പറയാറില്ല. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ വഴക്ക് വന്നാലും തിരിച്ച് നമ്മളടുത്ത് സംസാരിക്കുക അങ്ങനെയാണ്. നോർമലി നമ്മൾ സാധാരണ ഒരു വീട്ടിലൊരു പെറ്റ് ഡോഗിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ സിറ്റ് ഡൗൺ അങ്ങനത്തെ ഞങ്ങളൊരു ട്രെയിനറെ ഇതുവരെ വെച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ രാത്രി നൈറ്റിലൊക്കെ ജസ്റ്റ് ഇവൻ്റെ പേര് വിളിച്ചാൽ മതി. അപ്പോൾ അവന് എന്തോ ഗാർഡിയനാണെന്ന് ചിന്തിച്ച് നേരെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് അവിടെയൊക്കെ വാച്ച് ചെയ്ത് എല്ലാ സ്ഥലത്തും വായിച്ചിട്ട് തിരിച്ച് ഇവിടെ നിൽക്കും. പിന്നെ അങ്ങനത്തെ പ്രത്യേകിച്ച് കമാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ കം ഹിയർ, സിറ്റ് ഡൗൺ, ജസ്റ്റ് ബാർക്ക്, സ്പീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കുരയ്ക്കും. പിന്നെ അത് നമ്മൾ അത് ഒരു മൂഡിലനുസരിച്ച് അതൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിന് ഡിസ്റ്റർബിങ് ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഈ വീട്ടിലല്ലാത്ത പൂച്ചകളോ അല്ലെങ്കിൽ വേറെ എന്ത് സാധനം വന്നാലും അതപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. പിന്നെ അപ്പുറത്ത് അനിയൻ്റെ കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കാറില്ല. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോഴും ഇവരുടെ ഫ്രണ്ട്സ് വരുമ്പോഴും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും ഇതിനൊരു സെൻസ് ബാഡായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അത് നമ്മളെ അലർട്ട് ചെയ്യാറുണ്ട്. പല സ്ഥലത്തും പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പെറ്റ്സായിട്ട് വളരുന്ന കുട്ടികൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരുന്നു, അവർക്ക് നല്ല ഒരു സെൻസൊക്കെ വരാറുണ്ടെന്നൊക്കെ ഞാൻ പല സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വല്ല ഡിപ്രസ്ഡോ അല്ലെങ്കിൽ നമ്മൾ മൂഡ് ഔട്ടൊക്കെ ആകുന്ന സമയത്ത് നമ്മളടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മളടുത്ത് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്തേക്കുള്ള ആ സ്ട്രെസ് അങ്ങ് മാറി പിന്നെ നമുക്ക് ആ മാറ്റർ നമ്മൾ മറന്ന് പിന്നെ വേറെ നല്ല രീതിയിലൊരു പോസിറ്റീവ്നെസ് തീർച്ചയായിട്ടും വരാറുണ്ട് എന്തായാലും. അപ്പോൾ വീട്ടിൽ ഒരു പെറ്റ് ഡോഗ് എന്നല്ല, ഒരു പെറ്റ് വളർത്തുന്നത് വളരെ നല്ല തന്നെയാണ്. നമ്മൾ കെയർഫുള്ളായിട്ട് വളർത്തണം എന്നേ ഉള്ളൂ. ഓറി ഉണ്ടാവണതിനും വരണതിന് മുന്നേ ഇങ്ങനെ ഇവിടെ ഒരാൾ മിസ്സിങ് ആയ പോലെ തോന്നുമായിരുന്നു. പിന്നെ ഓറി വന്നതിന് ശേഷം ഇപ്പോൾ വിഷമന്തിൽ വരുമ്പോൾ എൻ്റെ അടുത്തിരിക്കും, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് അത് നക്കുകയും നമ്മളടുത്തിരിക്കുകയും കിടന്നുറങ്ങുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഫാമിലിയോട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗാർഡിങ് ഡോഗ് തന്നെ മോസ്റ്റ്ലി വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നല്ല രീതിയിൽ തന്നെ കെയർ കൊടുത്താണ് വളർത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സ്വന്തം ഇവിടുത്തെ ഒരു കുട്ടിയായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ വൈഫ് ആണല്ലോ വൈഫും മോളൊക്കെയാണ് അതിനെ ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ സാധാരണ വീട്ടിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അമ്മമാരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഓറിയും നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞൊക്കെ പോകുമ്പോൾ നല്ല വിഷമമാണ്. ഞാൻ പിന്നെ ഫോണിലൊക്കെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അത് എന്നെ മനസ്സിലാക്കി അപ്പം തന്നെ ഫോണിൽ കൂടെ അത് ഞാനാണെന്ന് മനസ്സിലാവാറുണ്ട്. എല്ലാവരെ കാട്ടുകളിലേക്ക് ഓറിയെ ഇഷ്ടം.